അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര യുകെയിലെ തന്നെ രാജ്യമായ വെയിൽസിലാണ്. വെയിൽസിലെ കാർഡിഫിൽ നിന്നാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വെയിൽസിലെ ക്യാപിറ്റലായ കാർഡിഫിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ പിടിച്ച് അടുത്ത ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത് കേട്ടോ. മനോഹരമായ ഒരു ഐലൻഡാണ്. അവിടേക്ക് പോകാനുള്ള ട്രെയിനാണ് ഈ വരുന്നത് കേട്ടോ. ഇന്ന് 2 സ്ഥലങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഈ മനോഹരമായ കടൽ തീരം, മറ്റൊന്ന് ചരിത്ര പ്രസിദ്ധമായൊരു സ്ഥലവും. അങ്ങനെ ട്രെയിൻ വന്ന് ഞങ്ങൾ കയറി. ഇരുട്ട് പോലാണ് തോന്നുന്നെങ്കിലും ഇരുട്ടായിട്ടില്ല കേട്ടോ. ഇരുട്ടല്ല കേട്ടോ, രാവിലെയാണേ. സമയം 8 മണി ആയതേ ഉള്ളൂ, രാവിലെ 8 മണി. പക്ഷേ വിളക്കുകളൊന്നും അണഞ്ഞിട്ടില്ല. ഇന്ന് കാലാവസ്ഥ വളരെ മോശമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആകെ മൂടിക്കെട്ടി കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനോഹരമായ ആ ദ്വീപിലേക്കുള്ള യാത്ര എത്രമാത്രം ആസ്വദിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ആ മനോഹരമായ ഐലൻഡിലെത്തി. കാർഡിഫിൽ നിന്ന് 13 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. 2 മണിക്കൂർ ഇടവിട്ട് ഈ ഐലൻഡിലേക്ക്, അതായത് ബാരി ഐലൻഡിലേക്ക് ട്രെയിനുണ്ട്. അപ്പം ഞങ്ങൾ വന്നിറങ്ങിയ ആ ട്രെയിന് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന മനോഹരമായ കടൽ തീരമായ ഐലൻഡായ ബാരി ഐലൻഡാണ്. ഇത് സൗത്ത് വെയിൽസിലെ ഏറ്റവും മനോഹരമായ ഒരു തീരമാണ്. ഇവിടെ എത്തിയപ്പോഴേക്കുണ്ടല്ലോ, ഭയങ്കര കാറ്റും ഭയങ്കര മഴയും, അതുപോലെ തന്നെ മൂടിക്കെട്ടി കിടക്കുക, ഭയങ്കര തണുപ്പ്. കാറ്റും മഴയൊക്കെ സഹിക്കാം, പക്ഷേ തണുപ്പ് അതിശൈത്യം തന്നെ കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. നടന്ന് കാണാനാണ് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നല്ല രസമുള്ള തീരമാണ്. ചാരിറ്റി ഷോപ്പിലും കോഫി ഷോപ്പിലും ഒക്കെ ആയിട്ടാണ് ചിലവഴിച്ചത്. കാരണം 9 മണിയല്ലേ ആയുള്ളൂ. 2 മണിക്കൂർ നിന്ന് 11 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഫിഷ് ആൻഡ് ചിപ്സ് ബീച്ചിനടുത്തുള്ളത് നിങ്ങളിനി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ബാരി റെയിൽവേ സ്റ്റേഷനിലെ അപ്പോഴേക്കും അവൻ്റെ ട്രെയിൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ട്രെയിന് ഇവിടെ വരെയേ ഉള്ളൂ, ശേഷം തിരിച്ചു പോകും. അതുപോലെ താമസ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. താമസിക്കാൻ പറ്റുന്നവർക്ക് അവിടെ നിന്ന് ഒരു ദിവസം മുഴുവന് എൻജോയ് ചെയ്യാനുള്ള പ്ലഷർ പാർക്കുണ്ട്. പിന്നെ നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പ്രകൃതി ഭംഗി ഒന്നും ആസ്വദിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഉണ്ടോ, നല്ല മനോഹരമായ വീടുകളൊക്കെ കണ്ടോ വെയിൽസിൻ്റെ. ഇതാണ് മനോഹരമായ ബാരി ഐലൻഡിൻ്റെ കാഴ്ചകൾ, കണ്ടോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പ്രസിദ്ധ ബ്രിട്ടീഷ് കോമഡി സീരീസിലെ ഗാവിൻ ആൻഡ് സ്റ്റാസി ഇവിടെ ചിത്രീകരിച്ചതിനാൽ കൂടുതലും ഈ ഐലൻഡ് വളരെ പ്രശസ്തമായി കേട്ടോ. കൂടുതൽ പ്രശസ്തമായത് ഈ TV സീരീസ് ലൊക്കേഷനാണിത്. ഇതിലൂടെയാണ് ഇത് കൂടുതൽ പ്രശസ്തമായത്. ഇടയ്ക്ക് 1-2 ചെറിയ സ്റ്റേഷനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇടയ്ക്കൊരു സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും വേറെ ട്രെയിൻ ഇതുണ്ടോ വന്നു കഴിഞ്ഞു. ബാരി ഐലൻഡിലേക്ക് പോകുന്ന ട്രെയിൻ തന്നെയാണ്. അങ്ങനെ വീണ്ടും ഞങ്ങൾ കാർഡിഫിലേക്കാണ് പോകുന്നത്. കാർഡിഫിൽ തന്നെ എത്തിയിട്ട് ഇനിയൊരു കാസിൽ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. അതായത് ഇതാണ് കെയർഫില്ലി കാസിൽ. കെയർഫില്ലി കാസിൽ വെയിൽസിലെ അതുപോലെ തന്നെ യൂറോപ്പിലെ ഏറ്റവും വലിയ മെഡീവൽ കോട്ടകളിൽ ഒന്നാണ്. ഇത് പ്രശസ്തമാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ വിസ്തൃതി, അതുപോലെ തന്നെ ജലസംരക്ഷണ സംവിധാനം മോട്ട്സ്. 13-ാം നൂറ്റാണ്ടിൽ ഗിൽബർട്ട് ഡേ ക്ലെയറാണ് ഈ കോട്ട പണിതത് കേട്ടോ. വെയിൽസിനെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഇംഗ്ലീഷ് ഭരണാധികാരി നിർമ്മിച്ച ശക്തമായ കോട്ടകളിൽ ഒന്നാണിത്. വാർസ് ഓഫ് വെൽഷ് ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ചൊരു കോട്ടയാണിത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഈ കോട്ടയ്ക്ക് ചുറ്റും വലിയ ആർട്ടിഫിഷ്യൽ ലേക്സ് ഉണ്ട്. അതായത് മോട്ട്സ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ മോഡ്സ് ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരുന്നു. പിന്നെ ഒരു പിസ്സ ഗോപുരം ഇവിടെ ഉണ്ട് കേട്ടോ. യൂട്യൂബിൻ്റെ പിസ്സ ഗോപുരമല്ല, ഇത് ഈ കോട്ടയിലെ ഒരു ഗോപുരം ചെരിഞ്ഞ നിലയിലാണ്. ഇതിനെ ആൾക്കാർ വിളിക്കുന്നത് പിസ്സ ടവർ പോലെ എന്നാണ്. കാണാൻ സാധിക്കും, ഒരു ചെരിഞ്ഞ ഒരു ഗോപുരമുണ്ട്. ഈ കോട്ടയുടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നേരിട്ട് ഞങ്ങൾ പറയുകയും ചെയ്ത് കുറച്ച് ചെരിഞ്ഞാണ് ഇത് നിൽക്കുന്നത്. ഇങ്ങനെ യുദ്ധങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള അവശിഷ്ടങ്ങൾ ഓരോ ചരിത്രത്തെയും പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കും അല്ലേ. പിന്നെ ഇതിനെ വലിയ ഗേറ്റ് ഹൗസസ് ഉണ്ട്. നല്ല മനോഹരമായ കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ കോട്ടയുടെ അകത്തുള്ള ഓരോരോ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ കാലഘട്ടത്തിലെ പ്രശസ്തമായ ആർക്കിടെക്ചർ മനസ്സിലാകും. ഇത് വാട്ടർ റിഫ്ലക്ഷൻസ് ഇന്നിപ്പോൾ മൂടിക്കിടക്കുന്നതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. ഫോട്ടോജനിക് ആയിട്ടുള്ള നല്ലൊരു കാസിലാണ് വേർപ്പിൽ കാസിൽ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒരു നൈറ്റ് ലൈഫിലേക്കാണ് വന്നത്. കാർഡിഫിൽ വർണ്ണാഭമായൊരു നൈറ്റ് ലൈഫ് കണ്ടു. എൻ്റർടൈൻമെൻറ്റ്സ് പ്രോഗ്രാംസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കാർഡിഫിലൂടെ തന്നെ നാളെയും കാർഡിഫിൽ തന്നെയാണ്. അപ്പോൾ ഈ യാത്ര വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.